പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി, പോളിറ്റ് ബ്യൂറോ അംഗം തൊട്ട് ബ്രാഞ്ച് വരെയുള്ള CPM നേതാക്കന്മാർക്ക് തിരുത്തൽ വരുത്താത്തോടത്തോളം കാലം അവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഡപടലം തോറ്റപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ തിരുത്തൽ വരുത്തുന്നു എന്നാണ്. അതിനുശേഷം നടന്ന ഓരോ സംഭവങ്ങളും നോക്കി കൊലപാതകങ്ങളെ ന്യായീകരിക്കുകയും കൊലപാതകത്തെ എൻഡോഴ്സ് ചെയ്യുകയും കാപ്പ കേസ് പ്രതികളെ മാലയിട്ട് സ്വീകരിക്കുകയും ചെയ്യുന്ന നിലപാടിൽ തന്നെയാണ് CPM ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് ഈ ദാഷ്ട്യം നെറ്റിയിൽ ചൂടിക്കൊണ്ട് അലങ്കാരമായിട്ട് കൊണ്ടുനടക്കുന്ന പാർട്ടി പരിപാടി അവർ തുടരുന്നിടത്തോളം കാലം ഇനിയൊരു പിണറായി സർക്കാർ കേരളത്തിൽ ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, പിണറായി സർക്കാർ എന്നല്ല ഇതിനെ പറയേണ്ടത്, ഇനിയൊരു CPM സർക്കാർ, CPM നയിക്കുന്ന സർക്കാർ കേരളത്തിൽ ഉണ്ടാകില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. പിന്നെ പിണറായി വിജയൻ ഈ പറഞ്ഞ പ്രസ്താവന നടത്തി പത്രത്തിൽ ലേഖനം എഴുതി എന്ന് പറഞ്ഞു. ഒന്നാമത്തത് എന്താ, ലീഗുമായി ബന്ധപ്പെട്ട വിഷയം, ലീഗുകാർ എങ്ങനെ കോൺഗ്രസിൽ നിൽക്കും എന്ന്. അപ്പോൾ തന്നെ അവർ പറയുന്നു ലീഗ് കോൺഗ്രസ്. തൊട്ടടുത്ത ദിവസം തന്നെ അതിന് തൊട്ട് മണിക്കൂറുകൾക്ക് മുമ്പാണ് MP ഗോവിന്ദൻ പറയുന്നത് ലീഗിന്റെ കുഞ്ഞാലിക്കുട്ടി വരെ മുഖ്യമന്ത്രിയാകുന്ന സാഹചര്യമുണ്ടെന്ന്. കുഞ്ഞാലിക്കുട്ടി എന്താ മുഖ്യമന്ത്രിയായ എന്താ കുഴപ്പം? ഈ സംസ്ഥാനത്തെ ആർക്ക് മുഖ്യമന്ത്രിയാകാൻ അർഹതയുണ്ടെന്നേ. പിണറായി വിജയന് പറ്റുമെങ്കിൽ കേരളത്തിൽ ആർക്ക് മുഖ്യമന്ത്രിയാകാം. അപ്പോൾ കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയായാൽ എന്തോ മോശമാകും എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു പ്രചരണം നടത്തുക. അത് കഴിയുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നു ലീഗ് എന്തിനവിടെ നിൽക്കുന്നു എന്ന്, BJPക്ക് മണ്ണൊരുക്കുന്നു കോൺഗ്രസ് എന്നാണ് പിണറായി വിജയന്റെ ആരോപണം. കേരളത്തിലെ കഴിഞ്ഞ 8 വർഷക്കാലത്തെ ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ BJPക്ക് അനുകൂലമായിട്ട് മണ്ണൊരുക്കിയത് ആഭ്യന്തര വകുപ്പിനെ RSSന് വിടുപണി ചെയ്യാൻ വിട്ടുകൊടുത്തതടക്കം ഓരോ കാര്യം പരിശോധിച്ചാൽ CPM ആണ് മണ്ണൊരുക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് രാജ്യം മുഴുവൻ ഇന്ത്യ മുന്നണിയുടെ പ്രവർത്തകരും നേതാക്കന്മാരും പ്രചരണം നടത്തുമ്പോൾ കേരളത്തിലെ ഇലക്ഷൻ കഴിയുമ്പോൾ പിണറായി വിജയനും കുടുംബവും വിദേശത്ത് വിനോദയാത്രയ്ക്കും വിശ്രമ ജീവിതത്തിനും പോയി. അതേസമയം തന്നെ ഈ രാജ്യത്തെ BJPയുടെ നേതൃത്വത്തിലുള്ള, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ ഫാസിസ്റ്റുകളെന്ന് രാജ്യത്തെ ജനാധിപത്യവാദികൾ മുഴുവൻ വിളിക്കുമ്പോൾ CPM എന്ന് പറഞ്ഞ പാർട്ടി പറയുന്നു ഫാസിസ്റ്റ് അല്ല, നല്ല ഭരണ മാതൃകയാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇവരെ എങ്ങനെയാണ് ജനങ്ങൾ വിശ്വസിക്കേണ്ടത് വേണു? അതുകൊണ്ട് ഇവർ മൂന്നാം സർക്കാർ വരും എന്നൊക്കെ ഉള്ളത് വ്യാമോഹമാണ്. അതിനപ്പുറത്ത് യാഥാർത്ഥ്യ ബോധത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മനസ്സിലായിക്കോളും.